ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും അതെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കാരണം മധ്യപദം വെച്ചിട്ട് തുക കാണുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ നല്ല സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 261, അടുത്ത 6 പദങ്ങളുടെ തുക 444. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ 5ാം പദം 8ാം പദം കാണാനാണ്. ഓക്കെ, ചെയ്യണം എങ്ങനെയെന്ന് നോക്കി നോക്കാം. ആദ്യത്തെ 9 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അതായത് 1ാം പദം, 2ാം പദം, 3ാം പദം, 4ാം പദം, 5ാം പദം, അങ്ങനെ 9 പദങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത് 261. അടുത്ത 6 പദങ്ങൾ, അതായത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 9ാം പദത്തിലല്ല നിർത്തിയത്. 10ാം പദം, 11ാം പദം, 12ാം പദം, 13ാം പദം, 14ാം പദം, 15ാം പദം. ഇതാണ് അടുത്ത 6 പദങ്ങൾ. അത് 6ഉം കൂടെ മാത്രം കൂട്ടിയപ്പോൾ 444 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രേ തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം കാണേണ്ടത് x5 ആണ്, പിന്നെ കാണേണ്ടത് x8 ആണ്. ആദ്യം x5 കാണാം. എന്തുകൊണ്ട് x5 എന്ന് ആലോചിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 9 പദങ്ങളുടെ മധ്യപദമാണ് 5ാം പദം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതതിൻ്റെ മധ്യപദമാണല്ലോ. നമുക്കറിയാം തുക കാണാനുള്ള ഒരു ഇക്വേഷൻ, തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അപ്പോൾ 9 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? S9 എന്ന് എഴുതാം. 9 പദങ്ങളുടെ തുക. മധ്യപദം, അതിൻ്റെ മധ്യപദം എത്രയാണ്? എത്രാമത്തെയാണ്? 5ാം പദമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻറ്റു പദങ്ങളുടെ എണ്ണം. 9 പദങ്ങളല്ലേ? ഓക്കെ, ഇനി ഈ 9 പദങ്ങളുടെ തുക തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട്. എത്രയാണ്? 260. സമയം 261 എഴുതാമല്ലോ. ഇതിൽ നിന്ന് x5 കണ്ടൂടെ? 261/9. x5 സമം 261/9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹരിച്ചു നോക്കിക്കോ, ഉത്തരം 29 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കാം, മധ്യപദം സമം തുക ബൈ പദങ്ങളുടെ എണ്ണം. അപ്പോൾ തുക തന്നിട്ടുണ്ട് 261, പദങ്ങളുടെ എണ്ണം 9 അല്ലേ? അപ്പോൾ ഡയറക്റ്റായിട്ട് എഴുതി പോവാം. 261/9 ആണ് മധ്യപദം. x5 കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് x8 ആണ്. നേരെ തിരിച്ചാലോചിക്കാം. ഇതേപോലെ മധ്യപദം വെച്ചിട്ട് തന്നെ മധ്യപദം കിട്ടണമെങ്കിൽ എത്ര പദങ്ങളുടെ തുകയായിരിക്കും തരേണ്ടത്? x8 എത്ര പദങ്ങളുടെ മധ്യപദമായിരിക്കും? നിങ്ങളിവിടെ നോക്കി നോക്കുക. ആദ്യത്തെ 9 പദങ്ങൾ, പിന്നത്തെ 6 പദങ്ങൾ, മൊത്തം എത്ര പദങ്ങളായി? 15 പദങ്ങളായി. ഇതിൻ്റെ മധ്യപദം ഏതാ വരിക? 15 എന്ന് പറയുമ്പോൾ ഇടതുഭാഗത്ത് 7 വലതുഭാഗത്ത് 7, മൊത്തം 15, നടുവിൽ x8 അല്ലേ? 15 പദങ്ങൾ മൊത്തം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മധ്യപദം 8ാം പദമായിരിക്കും. 15 പദങ്ങളുടെ മധ്യപദം എടുക്കുകയാണെങ്കിൽ 8ാം പദമായിരിക്കും. അപ്പോൾ 15 പദങ്ങളുടെ തുക കാണാമല്ലോ. 15 പദങ്ങളുടെ തുക ശ്രദ്ധിക്കുക. 15 പദങ്ങളുടെ തുക കാണാൻ ഈ തുകയും കൂട്ടണം. അപ്പോൾ 261ൻ്റെ കൂടെ അടുത്ത 6 പദങ്ങളുടെ തുകയും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുക 705 ആണ്. ഇപ്പോൾ 15 പദങ്ങളുടെ തുക കിട്ടിയാലോ. മധ്യപദം കാണാൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ കൊടുക്കാം. മധ്യപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം പദം, തുക ബൈ എണ്ണം അല്ലേ? തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 705, എണ്ണം എന്ന് പറഞ്ഞാൽ 15. ഓക്കെ, 705 അല്ലേ തുക? അതിൽ 15 പദങ്ങളുടെ തുകയല്ലേ? അപ്പോൾ 705/15 ചെയ്താൽ ഇത് നിങ്ങൾക്ക് 5 കൊണ്ട് വെട്ടി കളഞ്ഞിട്ടോ നിങ്ങൾക്ക് ഹരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഹരിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം 47 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? മധ്യപദം 47 അല്ലെങ്കിൽ x8 47 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഒന്ന് എഴുതിയേക്കാം. x5 അല്ലെങ്കിൽ 5ാം പദം 29, 8ാം പദം 47. ഇത് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിൽ ബാക്കി ആദ്യ പദവും പൊതുവ്യത്യാസം എഴുതാനാണ്, പിന്നെ ബീജഗണിത രൂപം എഴുതാനാണ്, n പദങ്ങളുടെ തുക കാണാനാണ്. ഇത് നമുക്ക് ആദ്യ പദം കാണാം. ഏറ്റവും നല്ലത് ആദ്യം പൊതുവ്യത്യാസം കാണാനാണ്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. 2 പദങ്ങൾ തന്നിട്ടുണ്ടല്ലോ, x8 മൈനസ് x5 പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. x8 എന്ന് പറഞ്ഞാൽ 47, x5 എന്ന് പറഞ്ഞാൽ 29,
ബൈ 8 മൈനസ് 5 3. അപ്പം 47 29 കുറച്ചാൽ 18/3 സമം 6. ഡി കിട്ടുമല്ലോ. ഇനി നമുക്ക് x1 കാണാം, അല്ലെങ്കിൽ എഫ് കാണാം. ആദ്യ പദം x5 നിന്ന് എത്ര ഡി ബാക്കിലേക്ക് കുറച്ചാൽ ആദ്യ പദത്തിലേക്ക് എത്തും? x5 നിന്ന് 4 ഡി കുറച്ചാൽ ആദ്യ പദത്തിലേക്ക് എത്തും. 4 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകുന്ന ആദ്യ പദത്തിലേക്ക് എത്തുമല്ലോ. x5 നമുക്ക് കിട്ടിയത് 29 മൈനസ് 4 ഡി എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 6. 29 മൈനസ് 4 ഇൻറ്റു 6 24. അപ്പോൾ 5. അപ്പോൾ എന്ത് കിട്ടി? ഡിയും കിട്ടി, x1 കിട്ടി, അല്ലെങ്കിൽ പൊതുവ്യത്യാസം കിട്ടി, ആദ്യ പദം കിട്ടി. ഇനി അടുത്തത് xn കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് n-ാം പദം. xn കാണാനുള്ള ഇക്വേഷൻ എന്താ? dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതിൽ ഡി അറിയാലോ. ഡി എത്രയാ? നമുക്ക് നേരത്തെ കിട്ടി 6. 6n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 5 കിട്ടിയിട്ടുണ്ട്. 5 മൈനസ് ഡി അഗെയിൻ 6 കൊടുക്കാം. ഓക്കെ, 6n അതുപോലെ എഴുതി. 5 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -1. ഇത്രയേ ഉള്ളൂ xn, അല്ലെങ്കിൽ n-ാം പദം. ഓക്കെ, അതായത് ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് കിട്ടിയത്. n-ാം പദം എന്നും xn എന്നൊക്കെ പറയും. ആദ്യത്തെ n പദങ്ങളുടെ തുക കൂടെ ചോദിച്ചിട്ടുണ്ട്.